അയ്യോ അവിടെ എന്തെങ്കിലും എന്റെ വായുന്ന വീട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ വയലൻസ് അപ്പം പറഞ്ഞു സീരിയസ് ആയിട്ട് പറഞ്ഞതാ ബിഗ് ബോസ്. അല്ല ഞാൻ എന്നെ ആക്രമിക്കുന്ന വയലൻസ് അക്സെപ്റ്റ് ചെയ്യണോ? ഞാൻ സോറി പറയണോ? ഞാൻ ഉദ്ദേശിച്ചത് എന്നോട് പറ ഞാൻ ആ സോറി അക്സെപ്റ്റ് ചെയ്യണോ? ഞാൻ തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യണോ? ഞാൻ നിന്നോട് സോറി പറയണോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് സമാധാനത്തോടുകൂടി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നെ ചൊറിയാനായിട്ട് വരുമ്പോൾ നീ എന്നെ മാന്തും. ഇനി ഇത്രയും നാള് ഞാൻ മാന്തുമല്ല ചെയ്യുക. അതായത് അതിന്റെ ഇരട്ടി ആഘാതത്തില് ഞാൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് പ്രവൃത്തി കൊണ്ടല്ല വാക്ക് കൊണ്ട് കൊടുവാള് ഞാൻ ഉപമിച്ചതാണ്. സോറി പറഞ്ഞു. പക്ഷെ ടാസ്കിന്റെ അല്ല ഞാനിപ്പോ പറയുന്നത്. ആ ചേട്ടാ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നു. എന്നെ അല്ല കേട്ടാ, ഞാൻ സെറീനെ മാത്രം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്റെ കാഴ്ചപ്പാടില് നാദിറയും പിന്നെ അതായത് എനിക്ക് അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലാണ് നാദിറയും സെറീന ജുനൈസ്. സീരിയസ്ലി പറയാം. അപ്പൊ എനിക്ക് ഒരു ഡിസ്റ്റൻസ് വേണം 3 പേരുടെ. കാരണം എനിക്ക് ഇന്ന് ആ നോമിനേഷൻ പ്രക്രിയയിൽ പോയപ്പോ ശോഭ ചേച്ചി പറഞ്ഞ റീസൺസ് ഒക്കെ എനിക്ക് കേട്ടിട്ട് ചിരി വരുന്നു. ട്രയാങ്കിള് അറിഞ്ഞോ അറിയാതെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 വ്യക്തികൾ. അതുപോലെ ആ സംഭവം ജയിലിന്റെ അവിടെ നിന്ന് സ്പ്ലിറ്റ്, ഇതൊക്കെയാണ് 2 റീസൺ. സ്വിമ്മിംഗ് പൂളൊക്കെ ചെയ്യുമ്പോ ആ ഒരു മൈൻഡിലാണ്. അത് അവളുടെ സെറീനയുടെ വ്യക്തിത്വം തന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. അവൾക്ക് പുറമെ ആണെങ്കിൽ അകത്തന്നെ ഓക്കെയാണ്. പക്ഷെ എന്റെ സൗഹൃദങ്ങൾ അങ്ങനെയാണ്. ചേട്ടന്റെ കാര്യം എനിക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവും. കാരണം നമ്മളും സ്കൂളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മള് വേറെ ഇങ്ങനെ രശ്മിക്കാൻ അവര് അത്രയും അടുപ്പുള്ള കാര്യം ഇഷ്ടമല്ല അവിടെ നിൽക്കുന്നത്. നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ എനിക്കത് മനസ്സിലായി അവരങ്ങനെയല്ല ആ രീതിയിലോട്ടോ. എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവത്തിന് വേണ്ടി മോശം ആണ്. അത് അവളുടെ സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ട മീൻസ് ഒറ്റ മകളായിട്ട് ജീവിച്ച കാര്യം. അവളുടെ ഫ്രണ്ട് സർക്കിളും അങ്ങനെ തന്നെയാണ്. അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്തുള്ള ആൾക്കാരിൽ തന്നെയാണ്. ഒരു വേറെ നെഗറ്റീവ് ഇല്ലാന്നേ പറയാനേ ഏറ്റവും. അപ്പൊ എനിക്ക് കുറച്ചൊരു ഗ്യാപ്പ് വേണം എന്നുള്ള രീതിയിൽ ആണ്. നാദരുടെ അടുത്ത് എനിക്ക് പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഗ്യാപ്പാണ് വെക്കുന്നത്. സെറീനയുടെ അടുത്ത് കുറച്ച് ഇഷ്ടത്തിൻ്റെയും അല്ലാണ്ട് കുറച്ച് ഗ്യാപ്പ് വേണം എന്നുള്ളൊരു സാധനമുണ്ട്. കാരണം ഇനി പോകെ മുന്നോട്ടുള്ള യാത്രയിലും ബാക്കിയുള്ള ഒരു നോമിനേറ്റിന്റെ റീസൺ സെറീനയും നാദരും തമ്മിൽ വേറൊരു പ്ലാൻ നടക്കുക എന്നുള്ളൊരു സംഭവം ഇവിടെ ആൾക്കാരിൽ ഉണ്ടാവും. മനസ്സിലായോ? അതായത് ഈ പോകെയുള്ള യാത്രകളിൽ സെറീന നാദരും ഞാൻ ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ്. 3 പേരുമായിട്ട്. ആരായിട്ട്? സെറീന, നാദറിന് വേറൊരു നല്ലൊരു ഇതിന് അവള് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിന് മേലെ പോയി എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് കണക്ഷൻ ആവുന്നതിൽ മനസ്സിലാക്കുന്ന രീതിയിൽ. അപ്പൊ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഓൾറെഡി തന്നെ ഒരു പേരുണ്ട് ഒരു ട്രയാങ്കിൾ എന്ന രീതിയിൽ. അപ്പൊ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്തെങ്കിലും റീസൺ പറയുമ്പോൾ ഇവരൊരു ട്രയാങ്കിൾ എന്ന പരിപാടി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ഫേക്ക് ഗെയിമാണ്. പറഞ്ഞ പോലെ ഇനി പോകെ പോവാനൊരു സാധ്യതയുണ്ട്. അത് അവൾക്കും നല്ലതാണ്. ഇപ്പൊ നല്ലത് അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് നല്ലതാണ്. ഗെയിം പുറത്തിറങ്ങട്ടെ. സെറീന ഞാൻ പറഞ്ഞ നൈറ്റ് ഒക്കെ ഇന്നലെ എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്ത് പറഞ്ഞാലും പർപ്പസ്ഫുള്ളി പറയുന്നതാണ്. ഗ്യാപ്പിന് വേണ്ടിട്ട് പറഞ്ഞത്. അവൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാലും രാത്രി പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് അത് പറഞ്ഞോ? നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പർപ്പസ്ഫുള്ളി പറയുന്നതാണ് കേട്ടോ. ഇതിന് ഇങ്ങനത്തെ ഒരു വശമുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ അവിടുത്തെ പറഞ്ഞു കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ മനുഷ്യനാണ് വേണ്ട, എനിക്കത് വേണ്ട. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞു കൂടുതൽ നമുക്ക് പറയാൻ പറ്റൂല. കാരണം പല കാര്യങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മയില്ലാത്ത കാരണം എനിക്ക് ഒരാളെ സ്നേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ രീതിക്ക് വേണ്ട. ഞാൻ പർപ്പസിൽ ഗ്യാപ്പ് ഇടുന്നതാണ്. പിന്നെ ഇത് ഗെയിമുമാണ്. പിന്നെ വേറെ റീസൺ പറഞ്ഞു മറ്റുള്ളവരുടെ ഇടയിൽ അങ്ങനെ ഒരു ധാരണ എടുക്കുന്നുണ്ട്. അതും ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ അടുത്ത് ക്ലിയറിങ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനു മുന്നേ ചേട്ടനെ പറ്റി സെറീനയോടും ഒന്നും ചോദിച്ചിട്ടില്ല, സെറീനയെ പറ്റി ചേട്ടനോടും ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടന് സെറീന ഇഷ്ടമാണോ? എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അതിന്റെ മേലെ തോന്നിയിട്ടുണ്ട് ചില നിമിഷങ്ങളിൽ. അപ്പൊ എനിക്ക് അതിന് ക്ലോസ് ആവേണ്ടതെന്ന് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ലവൊന്നും പറയരുത്. അതായത് തൊട്ടിന്റെ താഴെ. ഇപ്പൊ എനിക്ക് കൂടി ഞാൻ പറയും ഇന്ന ദിവസം വരെ ഒരു 4 ദിവസം മുന്നേ എനിക്ക് പല കാര്യങ്ങളും വർക്കായിരുന്നു. പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ കുറെ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരു ഓക്കെയാണ്, അടിപൊളിയാണ്. പക്ഷെ ഞാൻ പർപ്പസ്ഫുള്ളി ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്. അവളും അങ്ങനെ തന്നെയാണ്. ആ ഡിസ്റ്റൻസ് ഇടുന്നത് കൂടുതൽ ക്ലോസ് ആയി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു. സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ല. അങ്ങനെ പറയാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് വരുത്തിക്കാം.
ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഞാൻ ഡിസ്റ്റൻസ് ഇടുന്നത് ഒന്ന് ഒരു പ്രത്യേക ഇഷ്ടം വരണ്ട എന്ന് പറഞ്ഞ ഒരു പ്രിക്കോഷൻ പോലെ എടുക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഇതൊരു ഗെയിമാണ്. മുന്നോട്ട് പോകുമ്പോ ക്ലോസ് ആയി എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് പറയാൻ ഒന്നും ഉണ്ടാവില്ല. അതൊരു റീസൺ ആയിട്ട് വരും. കാരണം ഇത്രയും ശോഭ ചേച്ചി ഇത് തുടക്കത്തിൽ മുതൽ പെട്ടെന്ന് റിയലൈസ് ചെയ്ത് പറഞ്ഞ വ്യക്തി തന്നെയാണ് അതിന്റെ ഉള്ളിൽ പോയിട്ട് പറയുന്നത് നമ്മൾ ലവ് ട്രയാങ്കിൾ ആണ്. അപ്പൊ പോകെ പോകെ ഒന്നും പറയാണ്ട് അതൊക്കെ പറയുന്നത് ജൂനിയേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു കാരണം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തണം. ഇതൊക്കെ ചേട്ടൻ പറയുകയും ചെയ്തു അവളടുത്ത് പറയുകയും ചെയ്തു. പക്ഷെ അത് അവൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് അവൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ എന്താ അതിന് റിയാക്ട് ചെയ്യുന്നത്? ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ചേട്ടനിലൂടെ അവള് ഡിസ്റ്റർബ്ഡ് ആവുന്നു എന്ന് അറിയുമ്പോ ചേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യാനാ തോന്നുന്നത്? ചോദിച്ചതിന്റെ പോയിന്റ് എനിക്ക് മനസ്സിലായി. അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടെന്നല്ലേ? ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. എനിക്ക് തോന്നി അത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരിക്കലും ഇങ്ങോട്ടായിട്ട് പറഞ്ഞല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. പക്ഷെ ഇത് ഗെയിമാണ്. ഡിസ്റ്റൻസ് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയട്ടെ, ഞാൻ വലിയ ഇതായിട്ട് പറയുന്നില്ല. അല്ല, ഞാൻ പറയുന്ന ഒരു പക്ഷെ ഈ രണ്ട് ഏറ്റവും അടുത്ത് പറയുന്ന സോറി കേട്ടോ, ഈ പറയുന്ന രണ്ട് വ്യക്തികളുണ്ടല്ലോ, ഒരു പക്ഷെ എനിക്ക് നെഗറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഒരു പക്ഷെ അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ടാവും. എന്ത് രീതിയിലാണ് ചിന്തിച്ചോ? ഈ രണ്ട് പറഞ്ഞ വ്യക്തികളുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തികള് എനിക്ക് രണ്ട് നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അളിയന്റെ കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അറിഞ്ഞോ അറിയാതെയോ അതൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ടാവും. ആള് പറയണം ഇത് എന്നെ സംബന്ധിച്ച് ജൂനിയേഴ്സ് വിഷമിക്കാൻ പെടുന്ന ആളല്ല, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് നീ ഓക്കെ. ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകളിൽ ഒരു ജൂനിയേഴ്സ് വരുവാണെങ്കിൽ ഞാൻ എന്തായാലും അവന്റെ വാക്കുകളിൽ തിരിച്ച് മറുപടി പറയും. ഞാൻ പക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നീ ഞാൻ പോണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അത് ഓഫ് കോഴ്സ് ഏത് സാഹചര്യത്തിലാണെന്നും എപ്പോഴായിരുന്നതും കൂടി എപ്പോഴായിരുന്നു ഭയങ്കര ഇമ്പോർട്ടന്റ്. എപ്പോഴായിരുന്നു ഇതൊക്കെ എത്രയോ മുന്നേ, ഇവിടെ നിന്നൊന്നുമല്ല. ഞാനത് നീ വളരെ അടുക്കുന്നത് നമുക്ക് തന്നെ അറിയാം എപ്പോഴാണെന്ന്. അതിന് മുൻപ് നടന്നൊരു സംഭവം നീ എന്റെ അടുത്ത് ക്ലാരിഫൈ ചെയ്തതിന് മുന്നേ അല്ലേ? കട്ടിലെ കിടന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിന് മുന്നേ. മുന്നേ എന്ന് പറയുമ്പോ അതിന് തലേ ദിവസമല്ലേ?